ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ടെന്റില്ലേ അതിന്റെ അടുത്താന്ന് പറഞ്ഞേ. അതാണ്ട നീ ആ പിക്കാ സാധനങ്ങളൊക്കെ എടുത്ത്. വാടാ. ഇവിടെ എവിടെയോ ഒരു അടയാളം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതാണ്ടാ ഇവിടെയാണ് നസീറിന്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം. ദൈവമേ, അവന്റെ പ്രേതം എങ്ങനെ ഇവിടെ കാണും ആശാനെ? ഇവിടെ അങ്ങനെ ഒരു പ്രേതം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മായിച്ചിന്റെ വേലായുധന ആദ്യം പൊക്കിയനെ. നീ വന്നേ. അല്ല ആശാനെ, നമ്മളിപ്പോ എന്താ ഇവിടെ ചെയ്യേണ്ടത്? എടാ, വേലായുധനെ പോലീസ് പൊക്കിയ സ്ഥിതിക്ക് കുഴിച്ചിട്ട സ്ഥലമേ വേലായുധനെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് ഈ ബോഡി ഇവിടെ നിർത്തി മാറ്റണം. അപ്പൊ നീ തുടങ്ങിക്കോ. ആശാനെ, ഇത് തീക്കളിയാണ്. ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരുത്തനാവും. എടാ, നിനക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. പോരെ. എടാ, ഈ ബോഡി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ശാലിനിയുടെ അച്ഛനും അമ്മ അകത്തു പോവും. എടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെങ്ങനെ ജയിലിൽ കയറ്റാൻ പറ്റുമോ? നീ പറ. നീ കുറിച്ച് ആശാനെ, ഇതെങ്ങനെ പുറത്തിറങ്ങി നമ്മളും കിടക്കേണ്ടി വരില്ലേ? എടാ, അങ്ങനൊന്നും വരില്ല. എടാ കമല, നമുക്ക് സംസാരിച്ച സമയമില്ല. ഇവിടെ നമ്മളെ എത്രയും പെട്ടെന്ന് പണിയെടുത്ത് അത്രയും പെട്ടെന്ന് പോവാം. എടാ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി വിടുന്ന പ്രശ്നമാ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണല്ലേ? എടാ, ഈ ബോഡി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാവുന്നേ. എടാ, നിനക്കറിയാലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ശാലിനിക്ക് വേണ്ടിയിട്ടാ. ഇതെന്റെ കടമയാ. എടാ, അവൾക്ക് ഇതിൽ ബന്ധമില്ലെങ്കിൽ ശാലിനിയെ സംബന്ധിച്ചിട്ട് ശാലിനിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത് തലവേദനയാവും. ആശാനെ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തലവേദന വരുന്നു ആശാനെ. എടാ, നീ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. ബാക്കി ആരോട് ഞാൻ ചെയ്തോളാം. ഞാൻ ഈ കാര്യത്തിനെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒറ്റ കാര്യം ചിന്തിച്ചിട്ടുള്ളൂ. ശാലിനിയുടെ അച്ഛനും അമ്മയും ഈ കൊലപാതകം ചെയ്തു എന്ന് പുറം ലോകം എങ്ങനെ അറിഞ്ഞ പിന്നെ കളക്ടറെ കസാലിൽ ഇരുന്നിട്ട് ശാലിനിക്ക് മനസ്സമാനായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കാൻ ഒരു ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് കഴിയില്ല. ആശാനെ, എടാ, നീ നിന്റെ ഏട്ടത്തിയമ്മയാണെന്നുള്ള കാര്യം 100 വട്ടം പറയുന്നല്ലേ. നിന്റെ ഏട്ടത്തിയമ്മയെ നോക്കിയിട്ട് ആളുകൾ കളിയാക്കുന്ന സന്ദർഭം നിനക്ക് സഹിക്കാൻ പറ്റുമോ? നീ നിന്റെ ഏട്ടത്തിയമ്മയെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. എടാ, അത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ വഴിയില്ല. നിനക്ക് സഹായിക്കാൻ പറ്റിയ സഹായിക്കാം, അല്ലെങ്കിൽ കാഴ്ചക്കാരനായിട്ട് നിൽക്ക്, അല്ലെങ്കിൽ തിരിച്ചു പോയിക്കോ. എനിക്കിത് ചെയ്തേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. ആശാനെ, എന്ത് വില കൊടുത്തു ഏട്ടത്തിയമ്മയും വീട്ടുകാരെ രക്ഷിച്ചിരിക്കും. ആശാനെ ഏട്ടത്തിയമ്മ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ജീവിതം? ഈ ബോർഡ് നമ്മൾ ഇവിടുന്ന് മാറ്റിയിരിക്കും.